അപ്പം നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ജേണൽ എൻട്രി ആണ് പഠിച്ചത്. ഇനി അതിന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ലെഡ്ജറിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നതാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. ലെഡ്ജർ ഞാൻ എല്ലാ ലെഡ്ജറും കൂടി വരച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റ് നമുക്ക് ക്യാഷ് അക്കൗണ്ട് നോക്കാം. നമുക്ക് നമ്മൾ ചെയ്ത നേരത്തെ ജേണൽ എൻട്രി എടുത്തു നോക്കിയാൽ നമ്മൾ അതിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ, എന്തൊക്കെ എൻട്രീസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട്, ഫസ്റ്റത്തെ നമ്മൾ ക്യാഷ് അക്കൗണ്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് വരുമ്പം ടു ക്യാഷ്, ബൈ ക്യാഷ് എന്നൊക്കെ വന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ലേ, കുറേ ട്രാൻസാക്ഷൻസ് അങ്ങനെ വന്നിട്ടില്ലേ, അതാണ് നമ്മൾ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം ഫസ്റ്റ് നമ്മൾ മാർച്ച് 1-ാം തീയതി എന്ത് ട്രാൻസാക്ഷൻ ആയിരുന്നു നടന്നത്? മാർച്ച് 1-ാം തീയതി ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ അല്ലേ? അപ്പോൾ അതിൽ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാപിറ്റൽ, അപ്പോൾ ടു ക്യാപിറ്റൽ ഈ സൈഡ് ടു സൈഡ് അല്ലേ, ടു ക്യാപിറ്റൽ എത്ര എമൗണ്ട് ആണോ നടന്നത് വെച്ചാൽ ആ എമൗണ്ട് പോസ്റ്റ് ചെയ്യുക. പിന്നെ എന്താണ് രണ്ടാമത്? പിന്നെ മാർച്ച് 2-ാം തീയതി ഫർണിച്ചർ വാങ്ങിയില്ലേ നമ്മൾ? മാർച്ച് 2-ാം തീയതി ഫർണിച്ചർ വാങ്ങിയല്ലേ ചെയ്തത്? പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. അപ്പം ഫർണിച്ചർ അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ ആണ് വരുന്നത് അല്ലേ? ക്യാഷ് അക്കൗണ്ട് അല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബൈ ഫർണിച്ചർ എത്രയാണ് എമൗണ്ട് എന്ന് വെച്ചാൽ അത്. അതേപോലെ റെൻ്റ് അടച്ചത്, അഡ്വർടൈസിങ്, സ്റ്റേഷനറി, അതൊക്കെയാണ് നമ്മൾ ചെയ്തത്. അപ്പം അതൊക്കെ വന്നിട്ട് ക്യാഷ് ആണ്. ബൈ എന്താണ് വരുന്നത്? ഫർണിച്ചർ, റെൻ്റ്, അഡ്വർടൈസിങ് അങ്ങനെ. അതേപോലെ സെയിൽസ്, ക്യാഷിന് സെയിൽ നടന്നത്, അതേപോലെ അരുണിന് സെയിൽ നടത്തിയത്, ക്യാഷ് കൊടുത്തത്, അതൊക്കെ നമ്മൾ ടു എന്ന് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മൾ ജസ്റ്റ് വേഗം പറയുകയാണ് ഞാൻ. അതായത് ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷിൽ നടന്ന എല്ലാ ട്രാൻസാക്ഷൻസും എന്തൊക്കെയാണോ വന്നത്, ബൈ എന്താണ് ഐറ്റംസ് ആണോ വന്നത് അത് ഇത് ഡെബിറ്റ് സൈഡാണ്, ഇത് ക്രെഡിറ്റ് സൈഡാണ്. ബൈ എന്തൊക്കെ ഐറ്റംസ് ആണോ വന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിലും, ടു എന്തൊക്കെ ഐറ്റംസ് ആണോ നടന്നതെന്ന് വെച്ചാൽ അതൊക്കെ ക്രെഡിറ്റ് സൈഡിലും എഴുതാം. എന്നിട്ട് നമ്മളിത് ബാലൻസ് ചെയ്യാൻ പറഞ്ഞുതരാം. ഓക്കെ, ജസ്റ്റ് ഒരു അക്കൗണ്ട് വെച്ചിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ നമ്മളിത് ബാലൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കാം. ഈ ഡെബിറ്റ് സൈഡ് എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡ് എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ 28,950 എമൗണ്ട് വരുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ അതിലും കുറവാണ്, 7,000 സംതിങ് എന്തോ ആണ് വരുന്നത്, 7,250 അങ്ങനെ എന്തോ ആണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ എങ്ങനെയാണ് ക്രെഡിറ്റ് സൈഡിനേക്കാളും ഡെബിറ്റ് സൈഡാണ് എന്ത് കൂടുതലുള്ളത്. അപ്പോൾ കൂടുതലുള്ള എമൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് ആണ് നമ്മൾ എഴുതിയിട്ട് ലാസ്റ്റ് ബാലൻസ് ചെയ്യുക, ടോട്ടൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഈ രണ്ട് എമൗണ്ട് കോളും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏത് എമൗണ്ട് കോളാണോ ബാലൻസ് കൂടുതലുള്ളത് ആ ബാലൻസ് ആണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ എമൗണ്ടും ഇതിൻ്റെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 7,250 സംതിങ് എന്താണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആക്ച്വൽ എമൗണ്ടിൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എവിടെയാണോ കുറവ്, അതായത് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് എമൗണ്ട് കുറവുള്ളത്, അപ്പോൾ ഏത് സൈഡിലാണോ ഡിഫറൻസ് ഉള്ളത് ആ സൈഡിൽ എന്താ നമ്മൾ എഴുതേണ്ടത്? ഈ സൈഡിലാകുമ്പം ക്രെഡിറ്റ് സൈഡിലാകുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുക, C/D ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഡിഫറൻസ്, ഈ ടോട്ടൽ എമൗണ്ടും ഈ സൈഡിലെ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അതാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ ഏതൊക്കെ ഡേറ്റിലാണെന്ന് വെച്ചാൽ അതുപോലെ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കാൽക്കുലേറ്റ് ചെയ്യുക. ഇഫ് ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതൽ, അപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് സൈഡാണോ കൂടുതലുള്ളത് ആ സൈഡിലെ എമൗണ്ട് നമ്മൾ ടോട്ടൽ ചെയ്തിടാം. എന്നിട്ട് നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കൂടുതലുള്ളതെന്നെങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കുമല്ലോ കുറവുണ്ടാവുക, ഏത് സൈഡിലാണോ കുറവുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ആകുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസ് അവിടെ എഴുതിയിട്ട് ഇത് ടോട്ടൽ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച് നമ്മൾ തിയറി പറഞ്ഞില്ലേ അത്. ഇപ്പോൾ അടുത്തൊരു അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് അടുത്ത നമുക്കൊരു എളുപ്പമുള്ള ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു അക്കൗണ്ട് നോക്കാം.
ഓക്കെ, അടുത്ത് നമുക്കൊരു ദിനേശിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട്, അടുത്ത് നമുക്ക് സെയിൽസ് അക്കൗണ്ട്. നെക്സ്റ്റ് ഏതെങ്കിലും അക്കൗണ്ട്. ഓക്കെ, എങ്ങനെയാണെന്ന് ഇപ്പോൾ ഫോർമാറ്റ് മനസ്സിലായില്ലേ? സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. സെയിൽസ് അക്കൗണ്ടിൽ ഡേറ്റ് കോളം, പർട്ടിക്കുലർ കോളം, ലെഡ്ജർ ഫോളിയോ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലർ, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ നമ്മൾ സെയിൽസ് അക്കൗണ്ടിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നോ അത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ 2018 മാർച്ച് 3 ബൈ ക്യാഷ്, സെയിൽസിന് ക്യാഷിന് സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാഷ് സെയിൽസ് അക്കൗണ്ടിൽ ടു ക്യാഷിൽ ബൈ ക്യാഷാണ് വരിക. ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അല്ലേ? ഓക്കെ, അപ്പോൾ ക്യാഷ് എത്രയാണ് എമൗണ്ട് വരുന്നത്? 4,800. ഓക്കെ, ദെൻ 20 അതേ ഡേറ്റിന് അരുൺ അക്കൗണ്ട്, അരുണിന് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ഐറ്റം, അപ്പോൾ അത് 9,000. ദെൻ 24 ക്യാഷ്, സെയിൽസ് അക്കൗണ്ടിൽ ക്യാഷ് അല്ലേ വരിക? ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 9,600. ദെൻ 28 സഞ്ജയ്ക്ക് എന്തോ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ സഞ്ജയ് എന്ന് പറഞ്ഞിട്ട് എന്ത് വരും? 15,000. ദെൻ ഇവിടെ സെയിൽസ് അക്കൗണ്ടിൽ മാർച്ച് 31 നോക്കാം. നമുക്ക് ഇവിടെ സെയിൽസ് അക്കൗണ്ടിൽ 2 എന്ന് പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻ ഒന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ സെയിൽസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ബൈ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതൊക്കെ ചെയ്യാം, എന്നിട്ട് അതിനെ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ ബ്ലാങ്ക് ആയിരിക്കും, അപ്പോൾ നമ്മളത് എന്താ ടാലി ചെയ്തിട്ടാണ് ഇടുക. അപ്പോൾ ടോട്ടൽ എത്ര വരും? 44,000. ഇവിടെ ഈച്ച് സൈഡ്, 2 സൈഡിലും നമ്മൾ അതേപോലെ എഴുതിയിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിനേക്കാളും ക്രെഡിറ്റ് സൈഡാണ് എന്ത് കൂടുതലുള്ളത് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എവിടെയാണോ കുറവുള്ളത്? ഡെബിറ്റ് സൈഡാണ് എമൗണ്ട് കുറവുള്ളത്. ഇവിടെ ഒരു എമൗണ്ടും ഇല്ല ഓൾറെഡി. ഓക്കെ, കുറവെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രാൻസാക്ഷനിൽ ഒരു എമൗണ്ടും ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഈ എമൗണ്ടിൻ്റെ ടോട്ടൽ ഫിഗറാണ് നമ്മൾ ടോട്ടൽ ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് കുറവ് വരുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യും? നമ്മൾ ബാലൻസ്, എവിടെയാണോ കുറവുള്ളത് ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് സെയിം എമൗണ്ട് തന്നെ. ഡിഫറൻസ് നോക്കാൻ നമുക്കിവിടെ വേറെ ടോട്ടൽ എമൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സെയിം എമൗണ്ട് തന്നെ നമ്മളിവിടെ ടോട്ടൽ ചെയ്തിടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതേപോലെയാണ് നമ്മളിപ്പോൾ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഓരോ അക്കൗണ്ട് വീതം. മീൻസ് ഇപ്പോൾ എല്ലാം ഇവിടെ വരയ്ക്കുന്നില്ല, വരയ്ക്കാൻ നിന്നാൽ ബോർഡ് കൊള്ളൂല. അപ്പോൾ ഇത്രയും ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ടോട്ടൽ ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ഇപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്തുള്ളൂ. ഇനി അരുൺസ് അക്കൗണ്ട് ഉണ്ടാവും. നമ്മൾ ജേണൽ എൻട്രി ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ ആ അക്കൗണ്ട്സും ട്രാൻസാക്ഷൻസിൻ്റെ ഓരോ ഐറ്റംസിനും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സെയിൽസ് അക്കൗണ്ടും അരുൺസ് അക്കൗണ്ടും റിട്ടേൺ ഇൻവേർഡ്സ് അക്കൗണ്ട്, ദിനേശ് അക്കൗണ്ട്, റിട്ടേൺ ഔട്ട്വേർഡ്സ്, അഡ്വർടൈസിങ്, ക്യാപിറ്റൽ, ഫർണിച്ചർ, പർച്ചേസ്, വിജയ്, റെൻറ്റ്, സ്റ്റേഷനറി, ഡ്രോയിങ്സ്, അങ്ങനെ ഓരോരോരോ അക്കൗണ്ട് വീതം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ലെഡ്ജർ അക്കൗണ്ടിന് ടോട്ടൽ ചെയ്യാം. ഓക്കെ, ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ ഡിഫറൻസിന് എന്താണ് നമ്മൾ പറയുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡിഫറൻസ് എവിടെയാണോ ഉള്ളത് ആ അക്കൗണ്ട് നമ്മൾ ഡിഫറൻസ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ജേണൽ ലെഡ്ജറും. ഇപ്പോൾ ഒരു ചെറിയ പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ പ്രോബ്ലം വീതം ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള
ബുക്സ് വെച്ചിട്ട് ഓരോ പ്രോബ്ലം ചെയ്താലേ നമുക്കത് മനസ്സിലാവും. എത്രയും കേട്ടാലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ചെയ്തിട്ട് അത് ഓരോ പ്രോബ്ലം വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ചെയ്ത് പഠിക്കാം. സിമ്പിളാണ് ജേണലും ലെഡ്ജറൊക്കെ. ഇപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്തുള്ള നമ്മൾ സ്പീഡപ്പായിട്ട് ചെയ്യുക എക്സാമിനൊക്കെ. കാരണം ഈ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചിട്ട് നമുക്ക് എഴുതേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ സമയം കൂടി കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പീഡപ്പ് ആക്കുക. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് ദിവസം ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സ്പീഡ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ പറയാൻ പോകുന്ന അടുത്തതാണ് സബ്സിഡിയറി ബുക്ക്. ഇതൊരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ടേമാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സബ്സിഡിയറി ബുക്ക്. സബ്സിഡിയറി ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താ? In small concerns there is only limited number of transactions. അല്ലേ? ഒരു ചെറിയ ഫേംസിലൊക്കെ ആണെങ്കിൽ, വലിയ വലിയ ബിസിനസ്സിനാണെങ്കിൽ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ നമുക്ക് ചെറിയ രീതിക്കുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പം ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ എ സിംഗിൾ ജേണൽ. അവിടെ ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക സിംഗിൾ ആയിട്ടായിരിക്കും. നമ്മൾ ജേണലിൽ പഠിച്ചല്ലോ സിംഗിൾ എൻട്രി, കോമ്പൗണ്ട് എൻട്രി. അപ്പോൾ അവിടെ വലിയ വലിയ കോമ്പൗണ്ട് എൻട്രീസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. സിംഗിളായിട്ടായിരിക്കും ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ബട്ട് ഇൻ ബിഗ് ഓർഗനൈസേഷൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. ഇഫ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ വൺ ജേണൽ, ദ ജേണൽ വുഡ് ബിക്കം ഓവർ ബേൺഡ് ഓർ ബൾക്കി. ഓക്കെ, ദീസ് സബ് ഡിവിഷൻസ് ഓഫ് ജേണൽസ് ആർ കോൾഡ് സബ്സിഡിയറി ബുക്സ്. അതായത് in large enterprises it would be better and convenient to divide in the journal into various parts. അപ്പം വലിയ ഹ്യൂജ് എൻ്റർപ്രൈസസിനൊക്കെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് നടക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെ അക്കൗണ്ട്സിൻ്റെ നോക്കാനുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? ജേണലിനെ വാരിയസ് പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒരു ജേണൽ എൻട്രീനെ വേരിയസ് പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും അവരുടെ ട്രാൻസാക്ഷൻസ് അവരെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് മാറ്റുക. അപ്പോൾ ഇങ്ങനത്തെ ഡിവൈഡ് ചെയ്യുന്ന സബ് ഡിവിഷൻസിനെയാണ് എനിക്കത് പറഞ്ഞുതരാം. ഡിവൈഡ് ചെയ്യും ജേണലിനെ സബ് ഡിവിഷൻസ് ആയിട്ട്. ആ സബ് ഡിവിഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ സബ്സിഡിയറി ബുക്സിൻ്റെ വേറൊരു നെയിമാണ് സ്പെഷ്യൽ ജേണൽ. ഓക്കെ, അത് ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. സബ്സിഡിയറി ബുക്സിൻ്റെ വേറൊരു പേരാണ് സ്പെഷ്യൽ ജേണൽ. ഓക്കെ, അപ്പം എന്താണ്? To divide the journal into various parts. These subdivisions of journals are called subsidiary books. Is also known as special journal. Meaning of subsidiary books. ഒരു subsidiary booksന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ the subdivisions of journal for recording transactions of similar nature are known as subsidiary books. അതായത് സിമിലർ ഒരേ നാച്ചുറായിട്ടുള്ള ഐറ്റംസിനെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന സബ് ഡിവിഷൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. നോർമൽ റെക്കോർഡ് ചെയ്യുന്നതല്ല, സബ് ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ജേണലിനെ സബ് ഡിവിഷൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് സബ്സിഡിയറി ബുക്സ് എന്ന്. ദീസ് ബുക്സ് ആർ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. സബ് ഡിവിഷൻസ് അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ എൻട്രിയാണ്. ദിസ് ഈസ് സോ ബിക്കോസ് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ ദീസ് ബുക്സ് ആർ ലേറ്റർ ഓൺ ട്രാൻസ്ഫേർഡ് ഓർ പോസ്റ്റഡ് ടു റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്. ഈ സബ് ഡിവിഷൻസ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഈ ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യും? നേരെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും. ദിസ് ഈസ് ദ പ്രാക്ടിക്കൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രാക്ടിക്കൽ സിസ്റ്റമാണ് ഈ ജേണലൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സബ്സിഡിയറി എന്ന് പറഞ്ഞാൽ ബുക്സ് എന്ന് പറഞ്ഞാൽ സബ് ഡിവിഷൻസ് ഓഫ് ജേണലാണ്. ജേണലിനെ വീണ്ടും നമ്മൾ സബ് ഡിവിഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനാണ് സബ്സിഡിയറി ബുക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് സ്പെഷ്യൽ ജേണൽ. ഇത് ഓൾസോ നോൺ ആസ് പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. ഇതിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻസിനെ പോസ്റ്റ് ചെയ്യും.